ലോകത്ത് തന്നെ പല ഇടങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമാന കമ്പനികൾ ആശ്രയിക്കുന്ന ബോയിങ് കമ്പനിയുടെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴൊക്കെ ഈ കമ്പനിയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷാ സംവിധാനത്തെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പല ആരോപണങ്ങളും മുമ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. അതിനേക്കാളേറെ എയർ ഇന്ത്യയുടെ കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഈ സേവനവുമായി ബന്ധപ്പെട്ട സമയക്രമം പാലിക്കുന്നതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ യാത്രക്കാർ എയർ ഇന്ത്യയുടെ സേവനങ്ങൾ മുമ്പ് തന്നെ പലപ്പോഴും അവർ അസ്വസ്ഥരായിരുന്നു അല്ലെങ്കിൽ അസംതൃപ്തരായിരുന്നു. ഈ ഘട്ടത്തിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും, ഈ എയർ ഇന്ത്യ ആയാലും ബോയിങ് ആയാലും, ഏറെ പഴി കേൾക്കുന്നുണ്ട്. സംശയനിഴലിലാണ്. ഈ സംഭവത്തിൽ, ഈ അപകടത്തിൽ ഇത്ര ദാരുണമായ, ഇത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വലിയ ദുരന്തത്തിന് ഇടയാക്കിയ കാരണം എന്തെന്നത് വ്യക്തത വരുത്തേണ്ടത് ഈ രണ്ട് കമ്പനികളുടെ കൂടി ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ ആകാശയാത്ര നടത്തുന്ന, വിമാനയാത്ര നടത്തുന്ന ആളുകൾക്ക് ഒരു സമാധാനത്തിന് ഈ വിവരം കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് പുറത്തറിയണം. തീർച്ചയായും ഗൂഗിൾ, നമ്മളൊക്കെ നിരന്തരം പലപ്പോഴും വിമാനയാത്ര നടത്തുന്നതാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വിമാനയാത്ര നടത്തുന്ന ആളുകൾക്കുണ്ടാവുന്ന ആശങ്ക അത് വളരെ വലുതാണ്. മാത്രമല്ല, എയർ ഇന്ത്യയും ബോയിങ്ങും ഒക്കെ ഇപ്പോൾ വലിയ വിമർശനം നേരിടുന്നുമുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആളുകൾ കണക്ക് പറഞ്ഞ് ഈ രണ്ട് കമ്പനികളെയും വിമർശിക്കുന്നുണ്ട്. അതിനെ ചരിത്രം ആ തരത്തിലാണ്. കാരണം ഇന്ത്യയിൽ നടന്ന പല വിമാന അപകടങ്ങളിലും ഇന്ത്യൻ എയർലൈൻസും അല്ലെങ്കിൽ എയർ ഇന്ത്യയും ഒക്കെ തന്നെയാണ് പലപ്പോഴും പേരിലുള്ളത്. ഇപ്പോൾ 96-ൽ നടന്ന വലിയ അപകടം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് 88-ൽ മുംബൈയിൽ നിന്ന് വന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം അഹമ്മദാബാദിൽ തകരുന്നു. പിന്നീട് 2010-ൽ മംഗളൂരുവിൽ എയർ ഇന്ത്യ വിമാനം തകരുന്നു. 2020-ൽ കോഴിക്കോട് എയർ ഇന്ത്യ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് ഉണ്ടായ അപകടം. അങ്ങനെ സമീപകാലത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ, അത് ടാറ്റ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നടന്ന അപകടങ്ങളുമുണ്ട്. ഇപ്പോൾ അതിനുശേഷം നടന്ന ഈ ഒരു അപകടവുമുണ്ട്. അങ്ങനെ എയർ ഇന്ത്യയുടെ പേരിന് പോലും കളങ്കം ചെലുത്തുന്ന രീതിയിൽ ഒരുപക്ഷെ എയർ ഇന്ത്യ വിമാനങ്ങളെ യാത്രക്കാർ സെലക്ട് ചെയ്യാൻ, അതിൽ യാത്ര ചെയ്യാൻ വിമുഖത കാണിക്കുന്ന തരത്തിലേക്കൊക്കെ അപകടങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. അത് അവർക്കുണ്ടാക്കാവുന്ന നഷ്ടം വലുതാണ്. ഒപ്പം തന്നെ ബോയിങ്ങിനും ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലുണ്ട്. അവരുടെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് വിമാന പർച്ചേസ് ഓർഡറുകൾ കിട്ടുന്നത് വളരെ കുറയും. കാരണം നമുക്കറിയാം, എയർലൈൻ കമ്പനികൾ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ, വിമാന സർവീസ് നടത്തുന്ന കമ്പനികൾ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ വ്യോമയാന രംഗത്ത് വിമാനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളും വലിയ ലാഭം കൊയ്യുന്ന സ്ഥിതിയല്ല. അവരും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എയർബസുമായുള്ള ഈ ഒരു മത്സരത്തിൽ അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായും ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് നേരിട്ടുള്ള വിവരങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്ന സ്ഥലം, ഒരു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തിന് കണക്കെ ചാരവും കരിയായി മാറിയ ഒരു പ്രദേശം, കെട്ടിടങ്ങളടക്കം കരിമൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നിന്ന് ശ്രീനാഥ് പങ്കുവെക്കുന്ന. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഇനി വിശദമായ അന്വേഷണത്തിലാകും പുറത്തു വരിക.